അപ്പൊ നമുക്ക് ഇന്നൊരു മറ്റൊരു വിദ്യാഭ്യാസം മനസ്സിലാക്കാം. അതാണ് ജോഹാൻ ഹെൻറിച്ച് പെസ്റ്റലോസി. ജോഹാൻ ഹെൻറിച്ച് പെസ്റ്റലോസി എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹത്തെ പറ്റി എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? LPP പരീക്ഷ പ്രിപ്പയർ നിങ്ങൾക്ക് എന്തൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെ പോയിന്റ്സ് ആണ് പെസ്റ്റലോസിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്നത് നോക്കാം. അപ്പൊ നോക്കാം, ഒന്നാമത്തെ പോയിന്റ് നോക്കാം. പെസ്റ്റലോസി ജനനം എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലാണ് പെസ്റ്റലോസി ജനനം ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മുഴുവൻ പേരാണ് ജോഹാൻ ഹെൻറിച്ച് പെസ്റ്റലോസി ആണ്. അദ്ദേഹം ജനിച്ചത് സ്വിറ്റ്സർലാൻഡിലാണ്. ഇനി അദ്ദേഹമാണ് വിദ്യാഭ്യാസത്തെ മനഃശാസ്ത്രവൽക്കരിച്ച ദാർശനികൻ എന്നറിയപ്പെടുന്ന ആരാണ്? ജോഹാൻ ഹെൻറിച്ച് പെസ്റ്റലോസി. ജോഹാൻ ഹെൻറിച്ച് പെസ്റ്റലോസിയാണ് വിദ്യാഭ്യാസത്തെ മനഃശാസ്ത്രവൽക്കരിച്ച ദാർശനികൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി അദ്ദേഹത്തെ ബോർഡിംഗ് സ്കൂൾ എന്ന ആശയം ആരും ബന്ധപ്പെട്ടതാണ്? പെസ്റ്റലോസിയും ബന്ധപ്പെട്ടതാണ് ബോർഡിംഗ് സ്കൂൾ എന്ന ആശയം. ഇനി നമുക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചോളം നല്ലൊരു വീടാണ് നല്ലൊരു വിദ്യാലയം, നല്ലൊരു വീടാണ് ഏറ്റവും നല്ല വിദ്യാലയം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അതുപോലെ ഹെഡ്, ഹാൻഡ്, ഹാർട്ട്, അതായത് തല, കൈ, അതുപോലെ ഹൃദയം എന്നിവയിലൂടെയാണ് പഠനം നടക്കുന്നത്, അല്ലെങ്കിൽ എന്നിവയിലൂടെയാണ് പഠിക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. തല, കൈ, ഹൃദയം എന്നിവയിലൂടെ പഠിക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. ആരുടെയാണ്? പെസ്റ്റലോസിയുടെ മുദ്രാവാക്യം. പെസ്റ്റലോസി എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ ദാർശനികനാണ്. ഇനി അദ്ദേഹം നോക്കുക, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ജോഹാൻ ഹെൻറിച്ച് പെസ്റ്റലോസിയാണ്. പെസ്റ്റലോസി എന്ന പേര് കേട്ട് നമ്മൾ മനസ്സിലാക്കണം, വിദ്യാഭ്യാസത്തെ മനഃശാസ്ത്രവൽക്കരിച്ച ദാർശനികൻ ആരാണ് ചോദിച്ചാൽ ആരാണ്? പെസ്റ്റലോസിയാണ്. വിദ്യാഭ്യാസത്തെ മനഃശാസ്ത്രവൽക്കരിച്ച ദാർശനികൻ എന്നറിയപ്പെടുന്ന ആരാണ്? പെസ്റ്റലോസിയാണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ജോഹാൻ ഹെൻറിച്ച് പെസ്റ്റലോസിയാണ്. ഇനി അദ്ദേഹം ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്ന മറ്റൊരു ആശയം എന്താണ്? ബോർഡിംഗ് സ്കൂൾ. ബോർഡിംഗ് സ്കൂൾ എന്ന ആശയം ആരും ബന്ധപ്പെട്ടാണ്? പെസ്റ്റലോസിയുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. ഈ ബോർഡിംഗ് സ്കൂൾ, അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് നല്ലൊരു വീടാണ് ഏറ്റവും നല്ല വിദ്യാലയം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഇനി അദ്ദേഹം പറയുന്നത് തല, കൈ, ഹൃദയം എന്നിവയിലൂടെ പഠിക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. തല, ഹെഡ്, അതുപോലെ ഹാൻഡ്, ഹാർട്ട്, തല, കൈ, ഹൃദയം എന്നിവയിലൂടെ പഠിക്കുക എന്നാണ് പെസ്റ്റലോസിയുടെ മുദ്രാവാക്യം. ഇത്രയും പോയിന്റ്സ് എങ്കിലും നമ്മുടെ പെസ്റ്റലോസിയെ കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ പോയിന്റ്സ് തെറ്റായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത്രയും കാര്യങ്ങൾ മാക്സിമം ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഇത് പഠിച്ചു വെക്കുക. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു.